പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖല നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള, ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില കലാപങ്ങളെ പറ്റിയാണ്. കർഷക കലാപം, അല്ലാതുള്ള ചില ഗോത്ര കലാപങ്ങൾ തുടങ്ങിയ മേഖലയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആദ്യ കലാപം. നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയ, കേട്ടിട്ടുള്ള വെല്ലൂർ ലഹളയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒട്ടനവധി കലാപങ്ങൾ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആൾക്കാരുടെ നേതൃത്വത്തിൽ നിരവധി കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിൽ 1806 ജൂലൈ മാസം 10-ാം തീയതി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സൈനിക കലാപം എന്നറിയപ്പെടുന്ന കലാപമാണ് വെല്ലൂർ മ്യൂട്ടിനി അല്ലെങ്കിൽ വെല്ലൂർ കലാപം. വർഷം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് 1806. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ ആദ്യ കലാപമാണ് വെല്ലൂർ കലാപം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം എന്നറിയപ്പെടുന്നത് വെല്ലൂർ ലഹളയും, ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ മഹത്തായ സൈനിക കലാപം എന്നറിയപ്പെടുന്നത് 1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. എന്താണ് ഈ വെല്ലൂർ കലാപത്തിന്റെ കാരണം? സൈനികർക്കിടയിൽ നടപ്പിലാക്കിയ ചില വേഷ പരിഷ്കാരം കൊണ്ടുവന്നത് ഇന്ത്യൻ സൈനികർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ പരിഷ്കാരം നടപ്പിലാക്കിയ ആള് ജോൺ ക്രാഡോക്ക് എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ സൈനികർ കലാപം നടത്തുന്നു. എന്നാൽ ഈ കലാപം അടിച്ചമർത്തപ്പെടുന്നു. അടിച്ചമർത്തിയ ആളിന്റെ പേര് സർ റോളോ ഗ്ലാസ്ബി എന്ന് പറഞ്ഞ ആളാണ് ഈ കലാപം, വെല്ലൂർ കലാപം അടിച്ചമർത്തുന്നതിന് നേതൃത്വം കൊടുത്തത് എന്നും ഓർത്തു വെച്ചേക്കുക. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപമായ വെല്ലൂർ കലാപം നടക്കുമ്പോൾ മദ്രാസിലെ ഗവർണർ വില്യം ബെന്റിക്കാണ്. ഓർക്കേണ്ട കാര്യം, 1857 വിപ്ലവത്തിന്റെ മുന്നൊരുക്കം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർവരംഗം എന്ന് വെല്ലൂർ ലഹളയെ പറ്റി അഭിപ്രായം പറഞ്ഞ ആള് വി ഡി സവർക്കർ. ഇതേ വി ഡി സവർക്കർ ആണല്ലോ 1857 കലാപത്തെ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ച അതേ വി ഡി സവർക്കറാണ് 1857 കലാപത്തിന്റെ മുന്നൊരുക്കമെന്നും, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർവരംഗമെന്നും വെല്ലൂർ കലാപത്തെ വിളിച്ചയാള് വി ഡി സവർക്കർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് കഴിഞ്ഞ് വെല്ലൂർ കലാപത്തിൽ നിന്നും നമ്മൾ അടുത്ത കലാപത്തിലേക്ക് പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കലാപമായ പൈക്ക കലാപം 1817 ഏപ്രിൽ ഫൂളിന്റെ അന്ന്, നമ്മൾ ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നത് ഏപ്രിൽ 1-ാം തീയതി അന്ന് ആരംഭിച്ച കലാപമാണ് പൈക്ക കലാപം എന്നോർക്കുക. 2017 ഈ പൈക്ക കലാപത്തിന്റെ 200-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് സ്കൂൾ പാഠ്യപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ പറയുന്നു ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് പൈക്ക കലാപമാണെന്ന്. നമ്മൾ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് സാധാരണ പറയുന്നത് 1857 1857 റിവോൾട്ട് ആണ്. പക്ഷേ 200-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പറഞ്ഞു ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി സ്കൂൾ പാഠ്യപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കലാപമാണ് പൈക്ക കലാപം. പക്ഷെ ഔദ്യോഗികമായ സ്ഥിരീകരണമല്ല, അംഗീകാരം ലഭിക്കാത്തതിനാൽ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? 1857 കലാപമല്ല, 1857 കലാപം തന്നെയാണെന്ന് ഓർക്കുക. പൈക്ക കലാപമല്ല ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. എന്താണ് ഈ പൈക്ക കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ? ഒറീസയിലെ ഗജപതി രാജാക്കന്മാർക്ക് കീഴിൽ സൈനിക ജോലിയിലും പാട്ടകൃഷിയിലും ഏർപ്പെട്ടിരുന്ന ഒരു സാധാരണ വിഭാഗമാണ് പൈക്ക സമൂഹം. അങ്ങനെ ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ 1817 ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് നടത്തുന്നു? ഒരു കലാപം അല്ലെങ്കിൽ സമരം നടത്തുന്നു. ആ സമരമാണ് പൈക്ക സമരം എന്നറിയപ്പെടുന്നത്. ഇത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു പൈക്ക വിദ്രോഹ എന്നറിയപ്പെടുന്നു. കലാപ കേന്ദ്രം ഒഡീഷയിലെ ഖോർദ എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് ഓർക്കുക. നേതാവ് വളരെ ഇമ്പോർട്ടന്റ്, പൈക്ക കലാപത്തിന്റെ നേതാവ് ബക്ഷി ജഗബന്ധു. യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ വിദ്യാധർ മെഹോപാത്ര എന്ന് പറഞ്ഞൊരാളാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പക്ഷെ ബക്ഷി ജഗബന്ധു എന്ന് പറഞ്ഞ വരുത്തുള്ളൂ, ഓർത്ത് വെച്ചേക്കുക. ഇത് എങ്ങനെ വരും? താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് ഏത്, അല്ലെങ്കിൽ യോജിക്കാത്തത് ഏത്, അല്ലെങ്കിൽ യോജിക്കുന്നവ ഏതെന്ന് പറഞ്ഞിട്ട് 4 കലാപങ്ങളും അതിന്റെ നേതാക്കന്മാരുടെ പേര് കാണും, അല്ലെങ്കിൽ വർഷങ്ങൾ കാണും, സ്ഥലം കാണും. ഇങ്ങനെ പലതരത്തിൽ ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട് കലാപത്തിൽ നിന്നും. അപ്പം ഓർക്കേണ്ട കാര്യം, യഥാർത്ഥ പേര് വിദ്യാധർ മെഹോപാത്ര എന്നാണ്. ആരുടെ യഥാർത്ഥ പേര്? ബക്ഷി ജഗബന്ധുവിന്റെ യഥാർത്ഥ പേര്.
ഇനി പൈക്ക കലാപത്തിനുള്ള കാരണങ്ങൾ. എന്ത് കാരണത്താലാണ് പൈക്ക സമൂഹം 1817 ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? ഒന്ന്, പൈക്ക സമൂഹത്തിന് സൈനിക സേവനത്തിന് പകരമായി ഭൂമി പതിച്ചു കിട്ടിയിരുന്ന സമ്പ്രദായം ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയത് ഒന്നാമത്തെ കാരണം. അത് പൈക്ക സമൂഹത്തിന് സൈനിക സേവനത്തിന് പകരമായി എന്ത് കൊടുക്കുമായിരുന്നു? ഭൂമി. അതങ്ങ് നിർത്തി. രണ്ട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ ഭൂപരിഷ്കരണവും നികുതി വർധനവും. ചില ഭൂപരിഷ്കരണ സമ്പ്രദായം കൊണ്ടുവന്നു, നികുതി വർദ്ധിപ്പിക്കുന്നു. പിന്നെയോ കാവടി നാണയമായി ഉപയോഗിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇനി പറ്റത്തില്ല, വെള്ളി നാണയം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഈ മാറ്റം കൊണ്ടുവന്ന ഇംഗ്ലീഷുകാരന്റെ പേരാണ് മേജർ ഫ്ലെച്ചർ. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ പരിഷ്കാരങ്ങൾ പൈക്ക സമൂഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികമായിട്ടും പൈക്ക ജനത എന്ത് ചെയ്തു? 1817 ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിക്കുന്നു. ഈ പൈക്ക കലാപം 1817 നടക്കുമ്പോൾ അന്നത്തെ ഗവർണറായിരുന്നു ലോർഡ് ഹേസ്റ്റിങ്സ്. പൈക്ക കലാപം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ജഗബന്ധു നേതൃത്വം കൊടുത്ത ബക്ഷി ജഗബന്ധു അന്തരിക്കുന്നു 1829. അദ്ദേഹത്തിന്റെ മഹത്തായ പ്രതിമയുണ്ട്. അത് ഭുവനേശ്വറിലാണ്. കാര്യം പൈക്ക കലാപം നടന്നത് ഒഡീഷയിലാണെന്ന് ഓർക്കുക. ഭുവനേശ്വറിൽ ബക്ഷി ജഗബന്ധുവിന്റെ പ്രതിമ ഇപ്പോഴും ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞു 200-ാം വാർഷികം 2017 ആഘോഷിച്ചത് പൈക്ക കലാപത്തിൻ്റെതാണ്. 2017 100-ാം വാർഷികം ആഘോഷിച്ച ഗാന്ധിജി നടത്തിയ സമരം ചമ്പാരൻ സമരമാണ്. 2017 100-ാം വാർഷികം ആഘോഷിച്ച വിപ്ലവം റഷ്യൻ വിപ്ലവമാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന നിലയിൽ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കലാപമാണെന്ന് പറഞ്ഞു പൈക്ക കലാപം. പക്ഷെ ഔദ്യോഗികമായി അംഗീകരിക്കാത്തതിനാൽ ഇന്ത്യയിലെ 1-ാം സ്വാതന്ത്ര്യ സമരം 1857 കലാപം തന്നെയാണ്. ഇത് കഴിഞ്ഞ് നമുക്കെല്ലാം സുപരിചിതമായ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രധാന കലാപമാണ് കുറിച്യർ റിവോൾട്ട്. നിങ്ങൾക്കറിയാം, ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ഗോത്ര കലാപം അല്ലെങ്കിൽ ഗിരിവർഗ കലാപം അല്ലെങ്കിൽ ആദിവാസി കലാപം, ട്രൈബൽ റിവോൾട്ട് ആണ് കുറിച്യർ റിവോൾട്ട് 1812. നേതാവ് രാമനമ്പി. ലളിതമായ ചോദ്യമാണെങ്കിൽ സ്ഥിര സാന്നിധ്യമായ ഒരു ചോദ്യമാണ്. കുറിച്യർ കലാപ നേതാവ് രാമനമ്പി. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് ഓടിക്കുക അല്ലെങ്കിൽ പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട കലാപമാണ് കുറിച്യർ കലാപം. കാരണങ്ങൾ നോക്കാം. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, ടാക്സ് കൂട്ടുന്നു. അത് മിക്കവാറും എല്ലാ കലാപങ്ങൾക്കും കാരണം ടാക്സ് വർധനമാണ്. നികുതി പണമായി അടയ്ക്കണമെന്ന് നിർബന്ധിക്കുന്നു. നിർബന്ധമായിട്ടും നികുതി അടയ്ക്കണം, പക്ഷെ അത് പണമായിരിക്കണം. എന്തെന്നാൽ അതുവരെ കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നികുതിയായി വാങ്ങുകയായിരുന്നു പതിവ്. ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇനി മുതൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളൊന്നും വേണ്ട, സാധന സാമഗ്രികളൊന്നും വേണ്ട, ഞങ്ങൾക്ക് പണമായി തന്നെ നികുതി നൽകണം. ഇതിനെ കർഷകർ എതിർത്തു. പിന്നെയും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ തുടങ്ങി. നികുതി അടച്ചില്ലയോ ആ ഭൂമി പിടിച്ചെടുക്കും. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത വിഭാഗമാണ് കുറുമ്പര്, പ്ലാക്ക ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകലോൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. ഇവരെല്ലാം കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടവരാണെന്ന് ഓർക്കുക. അപ്പോൾ അന്നത്തെ ഒരു ഗവർണർ പറഞ്ഞ ഒരു വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ്. അതായത് 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കലാപത്തെ പറ്റി അഭിപ്രായം പറഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ തോമസ് ബാബർ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. കുറിച്യർ കലാപത്തിൽ നിന്നും നമ്മൾ വെല്ലൂർ കലാപം പഠിച്ചു കഴിഞ്ഞു, പൈക്ക കലാപം മനസ്സിലാക്കി, അതുപോലെ തന്നെ കുറിച്യർ കലാപം മനസ്സിലാക്കി. നമ്മൾ പോകുന്നു കുക്ക കലാപം, കുക്ക റബല്യൻ. നേതാവിന്റെ പേര് നിങ്ങൾ നോക്കുക, ബാബ രാംസിംഗ് ആണ്. ബാബ രാംസിംഗ് ആണ് കുക്ക കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളിന്റെ പേര് ഓർക്കുക. ബാബ രാംസിംഗ് ആണ് കുക്ക കലാപ നേതാവ്. സ്ഥലം പഞ്ചാബാണ്. പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ, അവിടെയുള്ള കർഷകർ, പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷുകാരായ ആൾക്കാരുടെ ദുർഭരണത്തിനെതിരെയും ലാൻഡ് ലോർഡ്സിനെതിരെയും ഭൂപ്രഭുക്കന്മാർക്കെതിരെയും ജന്മിമാർക്കെതിരെയും നടത്തിയ കലാപമാണ് കുക്ക കലാപം. പ്രത്യേകിച്ചും മറ്റൊരു കാര്യം കൂടെ പറയുന്നത് സിഖ് മതത്തിലെ ശുദ്ധീകരണം ലക്ഷ്യമിട്ട് തുടങ്ങിയ സമരമാണ് കുക്ക കലാപം. വീണ്ടും ലക്ഷ്യം സിഖ് സാമ്രാജ്യം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച കലാപമാണ് കുക്ക കലാപം. കാരണങ്ങൾ പലത്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കും എതിരെ നടത്തിയ കലാപം. ലക്ഷ്യം സിഖ് സാമ്രാജ്യം പുനഃസ്ഥാപിക്കുക.
അതുപോലെ തന്നെ സിഖ് മതത്തെ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച കലാപം കുക്ക കലാപം. പഞ്ചാബിലെ നേതാവ് ബാബ രാം സിംഗ്. സിഖ് സാമ്രാജ്യ സ്ഥാപകൻ മഹാരാജ രഞ്ജിത് സിംഗ് ആണ്. സിഖ് മതസ്ഥാപകനാണ് ഗുരുനാനാക്ക്. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ട്രൈബൽ റിവോൾട്ട് ഭീൽ കലാപം. 1831 കാലഘട്ടത്തിൽ ആരംഭിച്ച കലാപമാണ് ഭീൽ കലാപം എന്ന് നിങ്ങൾ ഓർക്കുക. അതായത് ഇതിന്റെ നേതാവ് ഗോവിന്ദ് ഗുരു. പ്രധാനമായിട്ടും ഭീൽ കലാപം ഖണ്ഡേഷ് പ്രദേശം എന്നാ പറയുന്നത്. ഖണ്ഡേഷ് പ്രദേശത്ത് വ്യാപിച്ചിരുന്ന ഒരു കലാപമാണ് ഭീൽ കലാപം. ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് നോക്കിയാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഖണ്ഡേഷ് പ്രദേശത്ത് വ്യാപിച്ചിരുന്ന ഈ പ്രദേശത്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനൊരു ഗോത്ര കലാപം അല്ലെങ്കിൽ ആദിവാസി കലാപം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗം എന്നറിയപ്പെടുന്നത് ഈ ഭീൽ വിഭാഗക്കാരാണ്. ഇപ്പോൾ അറ്റ് പ്രസന്റ് ഞാൻ പറയുന്ന സമയത്ത് കേരളത്തിലെ ആദിവാസി വിഭാഗം പണിയർ, പട്ടികവർഗം. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള പട്ടികജാതി പുലയ വർഗമാണെന്നും ഓർത്തു വെച്ചേക്കുക. ഭീൽ കലാപം നിങ്ങൾ നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത കലാപം കോൾ കലാപം. കോൾ കലാപം എന്നോർക്കുക. കാൽ കലാപം അല്ലെങ്കിൽ കോൾ കലാപം എന്നാണ് ഓർക്കേണ്ടത്. കോൾ കലാപം ശ്രദ്ധിക്കുക. 1831-32 കാലഘട്ടത്തിൽ നടന്ന ഒരു ആദിവാസി കലാപമാണ് കോൾ കലാപം. സ്ഥലം ഛോട്ടാ നാഗ്പൂര്. നേതാവ് ബുദ്ധു ഭഗത്ത്. ബ്രിട്ടീഷുകാർക്കെതിരെയും നാട്ടിലുണ്ടായിരുന്ന, അത് മിക്കവാറും കലാപങ്ങളല്ല അത് തന്നെ, ഈ പറയുന്ന കലാപങ്ങൾ മിക്കവാറും എല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെയും ജന്മിമാർക്കെതിരെയാണ് നടന്നതെന്ന് ഓർക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ ഓർക്കേണ്ടത് കലാപ സ്ഥലം എവിടാണ്, നേതാവ് ആര് എന്ന് വളരെ വ്യക്തമായിട്ട് ഓർക്കുക. ഇതായിരിക്കും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് മേഴ്സ ഫോളോയിങ് എന്ന് പറഞ്ഞ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് അത് നോക്കുക ആ ഭാഗം. കാസി കലാപം 1829-33 കാലഘട്ടങ്ങളിലായിരുന്നു കാസി കലാപം. ഒരു ഗോത്ര കലാപമാണ് കാസി കലാപം. സ്ഥലം മേഘാലയയിൽ. പ്രത്യേകിച്ചും ഒന്നുകൂടെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാരോ ജയന്തിയ കുന്നുകളിൽ ഒരു ഗോത്രവർഗമാണ് കാസി വർഗക്കാര്. സ്ഥലം മേഘാലയ. നേതൃത്വം വളരെ ഇമ്പോർട്ടന്റ് തിരന്ത് സിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ്. ബ്രഹ്മപുത്രയിലെ താഴ്വരയിൽ റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട കാസി വർഗക്കാരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതിനെതിരെയായിട്ടായിരുന്നു കാസി കലാപം. കാര്യം കാസി വർഗക്കാരുടെ ഭൂമി എന്ത് ചെയ്യുന്നു, റോഡ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ബ്രിട്ടീഷുകാര്. അതിനെതിരെയാണ് ഏത് കലാപം, ഈ പറഞ്ഞ കാസി കലാപത്തിന് തുടക്കമിടുന്നത്, നേതൃത്വം കൊടുത്തത് തിരന്ത് സിംഗ്. ദെൻ ഖോണ്ട് കലാപം 1846 ഖോണ്ട് കലാപം. ഒറീസയിലെ ഖണ്ഡമാൽ പ്രവിശ്യയിലാണ് ഖോണ്ട് കലാപം നടക്കുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അനധികൃതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള നികുതി വ്യവസ്ഥക്കെതിരായിട്ടാണ്. കൂടാതെ ഖോണ്ട് വർഗക്കാരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കർമ്മങ്ങളിലും ചെയ്തികളിലും ഒക്കെ മതപരമായ കാര്യങ്ങളിൽ ഈ ബ്രിട്ടീഷർ ഇടപെടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു മരിയ എന്നു പേരായ ഒരു ചടങ്ങ്. അതായത് സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന ഈ ആചാരത്തെ തടഞ്ഞത്. ആചാരിയല്ല, സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന ഈ ആചാരത്തെ തടഞ്ഞത് കലാപത്തിന് കാരണമായി. ഓർത്തു വെച്ചേക്കുക, മരിയ. അവര് സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. സംഭവം ബ്രിട്ടീഷരെ നിരോധിച്ച നല്ല കാര്യം. പക്ഷെ അന്ന് ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, 90% നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ആചാരത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്പ്രദായം നിരോധിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഇത് ഖോണ്ട് വർഗക്കാർക്ക് ഇഷ്ടമായില്ല. അങ്ങനെ കലാപം ആരംഭിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്, ഖോണ്ട് കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ചക്ര ബിഷ്ണോയി ആണ് ഖോണ്ട് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പഠിച്ചു വെച്ചേക്കുക. എന്തൊക്കെയായാലും ശരി, ഈ പറഞ്ഞു പോയ കുറച്ച് കലാപങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ മറ്റൊരു ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗവുമായി ഞാൻ ഉടനെ എത്തും. ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.